الله صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى എടുത്തു വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേഡ് മീനാച്ചി മീനാച്ചി തനി നാടൻ കൊലക്കുമ്പല്ലോ മീനാച്ചി. ബേളന്മാരെ കമന്റ് കണ്ട് ആ ബേളന്മാരോടാണ് ഞാൻ പറയുന്നത്. ബേളന്മാരെ ഞാൻ ഈ യൂട്യൂബിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇടുന്നത് അല്ലേ, അത് ബേളന്മാരായ നിങ്ങൾ കണ്ടു കുത്തിരിക്കുന്നില്ല. അതാണായാലും പെണ്ണായാലും കടലമ്മക്കാരഞ്ഞല്ലേ വെച്ചത് കണ്ണീരല്ലേ അവളല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാവുന്നതുമാണ്. യഥാർത്ഥ ദീൻ എന്താണെന്നാണ് ഇവിടെ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു കൊല്ലത്തിനോ അല്ലെങ്കിൽ 2 കൊല്ലത്തിനോ മുമ്പൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയേ. ഈ വാക്കായിരുന്നു ഞാൻ അന്ന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എഴുതി വെച്ചോ. ഇനി ഇത് ഇങ്ങനെ തന്നെ തുടരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വരും കാലഘട്ടങ്ങളിൽ സ്ത്രീകളായിരിക്കും മജ്‌ലിസുകളിൽ നേതൃത്വം. അതായത് ഇനി വരും കാലഘട്ടങ്ങളിൽ ഓൺലൈൻ മജ്‌ലിസുകൾക്കൊക്കെ നേതൃത്വം വഹിക്കാൻ പോകുന്നത് സ്ത്രീകളായിരിക്കും എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സത്യമായി കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ യൂട്യൂബിൽ തട്ടമിട്ട് ചില ഉമ്മമാരൊക്കെ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കാരണം തന്നെയാണ്. ഇത് ഞാനിങ്ങനെ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, മുസ്ലിമിൻ്റെ പേരും വെച്ചുകൊണ്ട് ഞാൻ മുഅ്മിനാണെന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടും ദിക്റുകൾ പറഞ്ഞുകൊണ്ടും മുഖം കാണിച്ചുകൊണ്ടും അതേപോലെ തുള്ളി ഡാൻസ് കളിച്ചുകൊണ്ടുമാണ് അവരുടെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നുള്ളത്. ആദ്യമായിട്ട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ പറയും നിങ്ങൾ എന്തിനാണ് അതിനൊക്കെ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. യൂട്യൂബിൽ ഉസ്താദന്മാർ വെറുതെ കളിക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ യൂട്യൂബിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെന്താണ് ദീൻ എന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്രയോ ആൾക്കാർക്ക് നിസ്കാരം അറിയാത്ത ആൾക്കാർക്കും മയ്യത്ത് പരിപാലനവും മയ്യത്ത് നിസ്കാരം അറിയാത്ത ആൾക്കാർക്കും യഥാർത്ഥ ദീൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്കും മൊത്തമായിട്ടും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഉസ്താദന്മാർ യൂട്യൂബിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു കാര്യം കൂടി ഉണർത്താനുള്ളത്, ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആണെങ്കിൽ ഉസ്താദന്മാർ അവിടേക്ക് തന്നെ പോയി അവിടെ തന്നെ അതിനെ വിമർശിക്കണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. വേറെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് വിമർശിച്ചാൽ അത് അവർക്ക് എത്തുകയില്ല എന്നുള്ളതാണ് കാര്യം. ഇതിനെ കണ്ട് ഈ കോപ്രായങ്ങൾ ഡാൻസൊക്കെ കണ്ട് പല ആൾക്കാരും വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഉസ്താദന്മാർ അവിടേക്ക് തന്നെ ചെന്ന് അതിനെ ദീൻ എന്താണെന്ന് സത്യം എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ കണ്ട് ഒരാളെങ്കിലും അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അത് തന്നെ എനിക്ക് ധാരാളമായിട്ട് മതി എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ അടുത്തായിട്ട് യൂട്യൂബിലൊക്കെ പല ആൾക്കാരും പല സ്ത്രീകളും തട്ടമിടാതെ അല്ലെങ്കിൽ തലയിലേക്ക് ഷാളൊന്നും ധരിക്കാതെ യൂട്യൂബിൽ വന്ന് തുള്ളി കളിച്ചു കൊണ്ടിരിക്കുകയാണ്. റീച്ചിന് വേണ്ടിയിട്ടും വ്യൂസിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു കോപ്രായങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ മുഖം കാണിക്കുന്നില്ല, 2-3 വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഒരു വീഡിയോ കണ്ടു നോക്കിയേ. കടലമ്മക്കാരലല്ലേ പെറ്റത് കണ്ണീരല്ലേ അവളല്ലേ കണ്ടത് കരയല്ലേ കടലല്ലേ പറ്റത് കടലമ്മക്കാരഞ്ഞല്ലേ പറ്റത് കണ്ണീരല്ലേ അവളല്ലേ കണ്ടത് കരയല്ലേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ. ഇതാണ് അവസ്ഥ. മറ്റൊരു വീഡിയോ കൂടി കാണിച്ചു തരാം. ഇനിയൊരു ഉമ്മയുടെ വീഡിയോ. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ഒരു സ്ത്രീ അവിടെ ഒരു പാട്ട് പാടുന്നതാണ് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പാട്ട് പാടുന്ന സമയത്ത് അതിനെ കളിയാക്കിക്കൊണ്ട് ആമീൻ ആമീൻ ആ ഒരു രീതി, ആ ഒരു പാടുന്ന ശൈലി ദുആ ചെയ്യുന്ന രീതിയിലാണെന്ന്
കരുതിയിട്ടാണോ എന്തെന്നറിയില്ല. പക്ഷേ റിയാക്ഷൻ ചെയ്തുകൊണ്ട് പല ആൾക്കാരും അതിനെ ആമീൻ, ആമീൻ എന്നിങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിചാരിക്കുക, ഈ ആമീൻ എന്ന് പറയുന്നത് ചെറിയൊരു മഹത്വമുള്ള കാര്യമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? നല്ല ശ്രേഷ്ഠമായ വലിയ മഹത്വമുള്ള ഒരു വിഷയമാണ് ഈ ആമീൻ എന്ന് പറയുന്നത്. ദുആ ചെയ്യുമ്പോഴൊക്കെ നമ്മളൊക്കെ ഉത്തരം നൽകണേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നതിനെ വെച്ചിട്ടാണ് ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഉമ്മാൻ്റെ പാട്ടും അവിടെ ശരിയല്ല. രണ്ടാമതായിട്ട് ഇതിനെ കളിയാക്കുന്നവരും ആ ഉമ്മാൻ്റെ പോലെ തന്നെയായി എന്നുള്ളതാണ് വിചാരിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ വിഷയങ്ങളാണ് നമ്മൾ ചിന്തിക്കാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ചുറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊടുവാനായി ജനത്തിരക്ക് ആളെന്നെടുത്ത് വെച്ചാൽ സ്വർഗം പോലും അണ്ടർവേട് മീനാച്ചി മീനാച്ചി അണ്ണൻ തനി നാടൻ കൊലക്കുമ്പല്ലോ മീനാച്ചി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. മറ്റൊരു സ്ത്രീ പറയുന്നത് കേട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഈ യൂട്യൂബിൽ വന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും അവരുടെ കമൻറ്റ്സിൽ പോയിട്ട് ചില വിഷയങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരതിലേക്ക് റിയാക്ട് ചെയ്യുന്ന വിഷയങ്ങൾ ഒന്ന് കേട്ട് നോക്കിയേ. അതിൽ നിന്ന് നല്ലവരായ കമന്റുകാരെല്ലാം ഞാൻ മാറ്റി നിർത്തുകയാണ്. അല്ലാതെ ഹലാലാണ് ഹറാമാണ് തള്ളെ തുള്ളിക്കളിക്കാൻ പാടുണ്ടോ, ഇതിനടക്കാൻ വീട്ടിൽ ആളില്ലേ, വയസ്സാം കാലം ഖുർആൻ ഓതി തസ്ബീഹ് ചൊല്ലി വീട്ടിൽ ഇരുന്നൂടെ, കിയാമന്നാളിന്റെ അടിയാളമായി ആണുങ്ങളും പെണ്ണുങ്ങളൊന്നും വീട്ടിലില്ലേ, ഈ പെണ്ണുങ്ങൾ അടിച്ചൊതുക്കുകയും എന്നൊക്കെ കുറെ ബേളന്മാരെ കമന്റ് കണ്ടു. ആ ബേളന്മാരോടാണ് ഞാൻ പറയുന്നത്, ബേളന്മാരെ ഞാൻ ഈ യൂട്യൂബിൽ ഡാൻസ് കളിക്കുന്ന വീഡിയോസ് ഇടുന്നു അല്ലേ, അത് ബേളന്മാരായ നിങ്ങൾ കണ്ടു കുത്തിരിക്കുന്നില്ല. അതാണായാലും പെണ്ണായാലും ശരി, എന്റെ എല്ലാ കോപ്രായങ്ങളും കണ്ട് നിങ്ങൾ കുത്തിരിക്കുന്നില്ല. 24 മണിക്കൂർ നിങ്ങളെ കയ്യിൽ ഫോണായത് കൊണ്ടല്ലേ നിങ്ങൾ എന്നെ കാണുന്നേ. നിങ്ങളെ കയ്യിൽ മുസാഫ് അല്ലാലുള്ളത് ടച്ച് ഫോണല്ലേ, ഇൻസ്റ്റാഗ്രാമുള്ള ഫോണല്ലേ, അതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ കാണുന്നേ അല്ലേ. നിങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിക്ക അങ്ങനെ അയിഞ്ഞാടുന്നും തുള്ളിക്കളിക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾ നോക്കി കുത്തിരിക്കണോന്ന്. ഇനി ഞാൻ ഉടുതുണി കഴിച്ചിട്ടിട്ട് കളിക്കുന്നതാണെങ്കിൽ അതും നിങ്ങളോട് കണ്ടു കുത്തിരിക്കാൻ അല്ലാഹു തആല പറഞ്ഞിക്കോ. ചില ഹലാലും ഹറാമും പറയുന്ന ബേളന്മാരോടാ ഞാൻ പറയുന്നത്. നിങ്ങളെ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമെന്ന് മുങ്ങിത്തപ്പി പല ആണുങ്ങൾക്കും പലതും ചാറ്റ് ചെയ്യുകയും പല അവരെ ശരീരഭാഗങ്ങളിൽ അയച്ചു കൊടുക്കുകയും എന്നിട്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒളിച്ചോടുകയും എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അതെല്ലാം ശരിയാണോ? അതെല്ലാം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടോളി, ആസ്വദിച്ചോളി, സന്തോഷിച്ചോളി. അത് അടക്കാൻ ആളില്ലെന്ന് വെച്ചാൽ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അടക്കാൻ ആളില്ലേ? 24 മണിക്കൂർ ഇൻസ്റ്റാഗ്രാമിൽ മുങ്ങിത്തപ്പി കളിക്കുന്ന ആ നേരം ഏതായിട്ടും ഈ ഒരു ഇവിടെ കറണ്ട് പോയത് കൊണ്ടാണ് ഇതുപോലെ വീഡിയോ ചെയ്യുന്നുള്ളത്. ഏതായിട്ടും ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾക്ക് ഒന്നും നിങ്ങൾ നിൽക്കാൻ പോകരുത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെട്ടതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പോകാവൂ എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, ഓൺലൈൻ മജ്‌ലിസുകൾ ഉസ്താദന്മാരൊക്കെ നടത്തുന്നുണ്ട്. അതും എല്ലാം ശരിയെന്ന് ഒരിക്കലും അതിനെ ന്യായീകരിക്കാനോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒരിക്കലും ഞാൻ വരുന്നില്ല. ഞാൻ പല പ്രാവശ്യം നമ്മുടെ വീഡിയോസിൻ്റെ അകത്തും ഞാൻ പറഞ്ഞതാണ്, യൂട്യൂബിൽ ഓൺലൈൻ മജ്‌ലിസ് നടത്തുന്ന ആൾക്കാരിലും ഉസ്താദന്മാരിലും തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള ഇത്താമാരൊക്കെ യൂട്യൂബിലൊക്കെ വന്ന് ഇരുന്ന് അവർ മജ്‌ലിസ് പോലെ ദിക്ർ ചൊല്ലുകയാണ്, ദുആരക്കുകയാണ്. ഇതൊക്കെ യോജിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇസ്ലാമിലൊക്കെ. ദയവ് ചെയ്ത് ഇതൊന്ന് മനസ്സിലാക്കുക. അത്രയെങ്കിലും നിങ്ങൾ ബോധ്യം ഉള്ള ആൾക്കാരാവുക. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട്. അവരൊന്ന് മനസ്സിലാക്കുക, ഈ ദുനിയാവ് എന്നുള്ളത് ചില ദിവസങ്ങൾക്ക് മാത്രമായിട്ട് അള്ളാഹു നമ്മെ ഇവിടേക്ക് അയച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആഖിറത്തിലാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി പോകുന്നത്. അതും കൂടി നിങ്ങൾ ചിന്തിക്കുക. ഒരിക്കലും ഇത്തരത്തിലുള്ള തട്ടിപ്പിലേക്ക് ചെന്ന് പെടാൻ പാടില്ല എന്നാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള ആൾക്കാരെ തൊട്ട് നമ്മേവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതിപ്പോൾ പറഞ്ഞത് ചില ആൾക്കാർക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചില ആൾക്കാർ എന്നെ തെറി പറയാൻ വേണ്ടിയിട്ടും എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും കുറേ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സ്ത്രീകൾക്കപ്പോൾ ഒരിക്കലും ഫ്രീഡം എന്നുള്ളതില്ലേ? ആരാ പറഞ്ഞത് ഫ്രീഡം ഇല്ല എന്ന്? ജോലിക്ക് പോകാൻ പാടില്ല എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് നല്ല രീതിയിൽ വേണ്ടതായ രീതിയിലൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം.
ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തരത്തിൽ തട്ടമിടാതെ വന്ന് പബ്ലിക്കിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അത് അനുവദിച്ച് കൊടുക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉണർത്തി നിങ്ങളോട് പറയാനുള്ള റീസൺ. ഇൻഷാ അല്ലാഹ് ഇതായിട്ടും ഇരിക്കട്ടെ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താവുന്നതാണ്. ഞാൻ ഒരിക്കലും ഇതിനെ ന്യായീകരിക്കാൻ ഒരിക്കലും വരില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.